ഇതാണ് അപ്രോച്ച് റോഡ് താഴ്ന്ന് അപകടസ്ഥിതിയിലായ ഇത്തിപ്പുഴ പാലത്തിലൂടെയുള്ള അപകടയാത്രയുടെ ദൃശ്യം. ഭാഗ്യം കൊണ്ട് മാത്രമാണ് പലപ്പോഴും യാത്രക്കാർ വാഹനങ്ങളുമായി പുഴയിൽ വീഴാതെയും കൂട്ടിയിടി ഒഴിവാക്കിയും ഇങ്ങനെ ഈ പാലം കടക്കുന്നത്. ഈ പാലത്തിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡ് ഇടിഞ്ഞു താഴുകയും വളരെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയുന്ന രീതിയിൽ ഇപ്പോൾ 3 തവണ ഈ അപ്രോച്ച് റോഡ് മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് നിലവിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാനായിട്ട് അധികൃതർക്ക് സാധിച്ചു. ആ സംരക്ഷണ ഭിത്തി ബലപ്പെടുത്തുവാനോ ആ പാലം സംരക്ഷിക്കുവാനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഈ പാലത്തിന്റെ അങ്ങേ അറ്റത്ത് അക്കരെ ഭാഗത്തായിട്ട് ഇപ്പോൾ നല്ല രീതിയിലുള്ള വിള്ളൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സുരക്ഷിതമല്ല എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ വരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പുതിയ പാലത്തിന്റെ നിർമ്മാണം അടിയന്തരമായിട്ട് നടത്തേണ്ടതുണ്ട്. MLA ഉൾപ്പെടെയുള്ള ആളുകൾ അത് ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായിട്ട് ഇതിന് ശാശ്വത പരിഹാരം കാണണം. 10,000-കണക്കിന് വാഹനങ്ങൾ ദിനം പ്രതി ഈ പാലമാണ് ആശ്രയിച്ച് എറണാകുളം ഭാഗത്തേക്ക് പോകുന്നത്. 1956 പണി പൂർത്തിയാക്കിയ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ കൽക്കെട്ട് നെടുകെ പിളർന്ന നിലയിലായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഇതിനിടെ റോഡ് 3 തവണ ഇടിഞ്ഞിട്ടാണ് വലിയ കുഴി രൂപപ്പെട്ടെങ്കിലും കല്ലിട്ട് നികത്തി ടാർ ചെയ്ത് താൽക്കാലിക പരിഹാരം കണ്ടു. വാഹനങ്ങളും കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ചും ഇത് ഈ വഴി തിരിച്ചറിയാതെ വരുന്ന ഡ്രൈവർമാർക്ക് ഇത്രത്തോളം താഴ്ചയുള്ളൊരു അവസ്ഥയാണ് എന്ന് തിരിച്ചറിയാതെ വണ്ടികളൊന്ന് ചാടുന്നൊരു സ്ഥിതിവിശേഷം അത് കൂടുതലും പ്രശ്നം ഗുരുതരമാക്കുകയും അപ്രോച്ച് റോഡ് വന്നിരിക്കുന്ന പഴയ കാലങ്ങളിലുള്ള കോൺക്രീറ്റിൽ കൂടെ നിർമ്മിച്ചിട്ടുള്ളതല്ല, കരിങ്കൽ കെട്ടിലൂടെ നിർമ്മിച്ചിട്ടുള്ള പാലത്തിൻ്റെ ജോയിൻ്റ് സർക്കിളിനും താഴെ മണൽ ഒഴുകിപ്പോയിട്ടാണ് കാണുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് എഞ്ചിനീയർമാർ ഇവിടെ വന്ന് കണ്ട് പറയാനായിട്ട്. നിലവിലെ റോഡിലെ ഈ അവസ്ഥയറിയാതെ വേഗതയിലെത്തുന്ന വാഹനങ്ങളാണ് നിയന്ത്രണം വിട്ട് അപകട കാരണമാകുന്നത്. മഴ കനക്കുന്നതോടെ റോഡ് കൂടുതൽ ഇടിയാനുള്ള സാധ്യതയും ദുരന്ത ഭീഷണി ഉയർത്തുകയാണ്. ഭാരവാഹനങ്ങളടക്കം 10,000-കണക്കിന് വാഹനങ്ങൾ ദിനം പ്രതി കടന്നുപോകുന്ന സംസ്ഥാന പാതയിലാണ് വർഷങ്ങളായി ഈ അപകടാവസ്ഥ തുടരുന്നത്. പാലത്തിലെ ദുരന്ത സാധ്യത ചൂണ്ടിക്കാണിച്ച് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് അടുത്തിവിടെ 2 തവണ റിപ്പോർട്ട് ചെയ്തിരുന്നു. വീതി കുറഞ്ഞ പാലത്തിലൂടെ ഇരുഭാഗത്തു നിന്നും വാഹനങ്ങൾ വന്നാൽ കാൽനടക്കാർക്കും അപകട ഭീഷണിയാണ്. പാലത്തിലൂടെ കാൽനടക്കാർക്ക് നടക്കാൻ സ്ഥലമില്ലെന്ന് മാത്രമല്ല ഉള്ളയിടം കാടുപിടിച്ച് കിടക്കുകയുമാണ്. ഇതോടെ ജീവൻ കയ്യിൽ പിടിച്ച് മാത്രമേ കാൽനടക്കാർക്ക് ഈ പാലം കടക്കാനാവൂ. വെള്ളപ്പൊക്കക്കാലത്ത് അപ്രോച്ച് റോഡിനടിയിലെ മണ്ണ് വൻതോതിൽ പുഴയിലേക്ക് ഒലിച്ചു പോയതാണ് നിലവിലെ അപകടസ്ഥിതിക്ക് കാരണം. ഇത് വ്യക്തമായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും അധികൃതർ കണ്ണടച്ചിരിക്കുകയാണ്. പാലത്തിലെ അപകടാവസ്ഥ അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ വരുന്ന മഴക്കാലത്ത് വൻ ദുരന്ത സാധ്യതയാണ് ഇവിടം ഉയർത്തുന്നത്. ന്യൂസ് ടീം, വൈക്കം വാർത്ത.